പിന്നെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തും ഇന്നും ഞങ്ങൾ പിള്ളേരുടെ കൂടെയും ഉണ്ട്. അപ്പം നമ്മൾ അവർ ഞങ്ങളെ പിള്ളേരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, അവർ ഞങ്ങളുടെ കൂടെയാണ് കൂടുതലും. അപ്പോൾ പിന്നെ നമുക്ക് ആ പിള്ളേരെ അല്ലെ വലിയവരെ അല്ലെ പിന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനില്ല. ഒന്നാമത് ഈ റെമ്യൂണറേഷൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം അല്ലാണ്ട് ആരും ചാടക്കാരില്ല. മനസ്സിലായോ? എല്ലാവരും ശരിക്കും ഞങ്ങളൊരു കുടുംബം പോലെയാണ്. എല്ലാവരും നല്ല സഹകരണവും സ്നേഹവും ഒക്കെയാണ്. ആദ്യം രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത ആദ്യത്തെ ചിത്രം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ. പക്ഷെ അതിന് മുമ്പ് ഞാനൊന്ന് മുഖം കാണിച്ചിട്ടുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം മെരിലാൻഡിലാണ് ആദ്യമായിട്ടും ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ പിന്നെ ഞാൻ ടൈറ്റിൽ റോൾ ചെയ്തത് കുടുംബിനെ. ഞാനും പത്മിനി പേരോർമ്മയില്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അവിടെ സെറ്റ് വെച്ചിട്ട് ഓരോ ചിത്രങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോഴും എപ്പോഴും സിനിമകൾ ഒത്തിരി അന്ന് പൊന്നു സീരിയസ് റോളാണ്. നമ്മൾ കോമഡിയാണ്. പൊന്നിന്റെ കൂടെ നിന്ന് കോമഡി ചെയ്യാൻ പറ്റില്ല. പൊന്നു ചിരിക്കും. അതെന്താ അങ്ങനത്തെ ഒരു കഥ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ട്? എത്രയോ സെറ്റില് സുഖം എന്തെങ്കിലും കാണിക്കുമ്പോ അപ്പ എനിക്ക് ചിരി വരും. ഭയങ്കര കഷ്ടമാ. ഞാൻ എന്നെ തന്നെ അടിക്കുമ്പോ എന്നെ പിച്ചും അങ്ങനെയൊക്കെ പറയും. ചിരിക്കരുത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോഴും അങ്ങനെയുണ്ടല്ലോ. ഇപ്പോഴും ആര് കോമഡി കളിച്ചാലും ഞാൻ ചിരിക്കുന്നു. അമ്മ എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാണ്. ഇപ്പോൾ പൊന്നു ചേച്ചി നേരത്തെ പറയണ കേട്ടോ, ഒരു ദിവസം വീട്ടിലിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ശരിക്കും വീട്ടിൽ കുടുംബാംഗങ്ങളായിട്ട് ചില ഒക്കേഷൻ്റെ സമയത്ത് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സെറ്റിലായിരിക്കും. ആ സമയത്ത് എപ്പോഴെങ്കിലും ഈ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും മനസ്സിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? ഇത് വേണ്ടായിരുന്നു, ഇപ്പോൾ വീട്ടിൽ നിൽക്കായിരുന്നു? ഈ ഫംഗ്ഷന് അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസം എന്നുള്ളതല്ല. ഞാൻ 6 മാസമായപ്പോൾ എൻ്റെ മകളെ ഇട്ടിട്ട്, ഞാൻ മകളെ പ്രസവിച്ച് കഴിഞ്ഞ് 6 മാസത്തിൽ ചെയ്ത പടമാണ് തീർത്ഥയാത്ര. മനസ്സിലായോ? അപ്പോൾ ആ കുഞ്ഞിനെപ്പോഴും അമ്മയുടെ ചൂട് വേണമെന്ന് ആഗ്രഹിക്കും. പറയാനറിയില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വിഷമം ഉണ്ടായിരുന്നു. എപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. ഒരിക്കൽ മാത്രമല്ല, കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ അതൊരു, പക്ഷേ നമ്മുടെ ജോലി അതായിപ്പോയി. പോവാതിരിക്കാനും ഒക്കില്ല. ഇപ്പം മിക്കവാറും സ്ത്രീകളെല്ലാവരും ജോലിക്ക് പോകുന്നവരല്ലേ. അവർക്കും ഉണ്ട്. ജോലിക്ക് പോകുന്ന സ്ഥലത്ത് സമാധാനമായിട്ടിരുന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? ഒക്കില്ല. വീട്ടിലെ കാര്യം ഓർക്കും, മക്കളെ ഓർക്കും. മക്കൾ എന്ത് ചെയ്യുന്നു, അല്ലെ വീട്ടിൽ ഇനി ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണം, അത് ചെയ്യണം, അതെങ്ങനെയൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ട് തന്നെയാണ് ഇപ്പം ഭൂരിപക്ഷം സ്ത്രീകളും അങ്ങനെയാണ്. പിന്നെ അത് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ സുകുമാരിയമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ശരിക്കും അമ്മ എന്നുള്ള നിലയിലെ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ കോമഡി ബോയിങ് എന്നുള്ള ചിത്രത്തിൽ കോമഡി, അത് കോമഡി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ചിത്രം അതാണ്. അപ്പം ശരിക്കും ഈ കോമഡിയും അതുപോലെ തന്നെ നെഗറ്റീവ് റോൾസും ചെയ്തിട്ടുണ്ട്. ഈ കോമഡി ചെയ്യുമ്പോൾ എങ്ങനെയാ ആ ഒരു ഒരു ഫീലിംഗ് എങ്ങനെയാ? ശരിക്കും കോമഡി ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു കേട്ടത് അപ്പൊ പിന്നെ ചെയ്യാൻ പ്രശ്നമില്ല അല്ലേ? അല്ല, എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോമഡി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നേക്കാൾ ഒരു ഇച്ചിരി മുന്നിട്ട് ചെയ്താലാണ് ഒരു ടൈമിംഗ് വേണം. ടൈമിംഗ് ഇല്ലെങ്കിൽ കോമഡി ചെയ്യാൻ പറ്റില്ല. ക്യാരക്ടറൊന്നും വേണം. പക്ഷേ എസ്പെഷ്യലി ഫോർ കോമഡി ഇപ്പം ജഗതിയൊക്കെ ചെയ്യുന്നില്ലേ, ടൈമിംഗ്. ജഗതിയുടെ കൂടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ടൈമില്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല.